ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും, അതായത് ഡിഗ്രി പ്ലസ് ടു ലെവൽസിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ എക്സാംസിന് എക്കണോമിക്സ് എന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോപ്പിക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് PYQs ഡിസ്കസ് ചെയ്യുക. PYQന്റെ ഓപ്ഷൻസ് കൃത്യമായി നോക്കുക. നമുക്ക് ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ഇക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ നെക്സ്റ്റ് സെറ്റിലേക്ക് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് ദ പ്രൈമറി purpose of a microfinance institutions in India? Primary purpose of microfinance institutions in India: to promote consumer spending among middle class households. Alla, to offer financial services exclusively to large business. എന്തായാലും മൈക്രോ ഫിനാൻസ് ലാർജ് ബിസിനസ്സിന് കൊടുക്കുന്നില്ല. To provide small loans to low income individuals. അവിടെ നിൽക്കിയിട്ട് അടുത്ത ഓപ്ഷനോട് നോക്കാം. To facilitate foreign investment in the economy. അല്ല, തന്നിരിക്കുന്ന ഓപ്ഷൻസിന് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി. Next question. According to the Global Multidimensional Poverty Index 2022, which of the following states is not included in 10 poorest states? ഓക്കെ, അത് ഉൾപ്പെടാത്ത 10 poorest states ഉൾപ്പെടാത്ത സംസ്ഥാനം എന്ന് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ഗുജറാത്ത് ആണ്. ഓക്കെ, അപ്പോൾ ആ 10 poorest സ്റ്റേറ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? The 10 poorest states in 2019-2021 were ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആസാം, ഒഡീഷ, ഛത്തീസ്ഗഡ് ആൻഡ് രാജസ്ഥാൻ. The MBI is published annually by UNDP and Oxford Poverty and Human Development Initiative. Kerala has the lowest poverty rate in India. മറക്കാതിരിക്കുക. MBI declines from 24.85% in 2015-16 to 14.96% by 2019-21. ഓക്കെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് നോക്കി പോവുക. Question: what is the main function of money in an economy? അല്ലേ, നമ്മളെല്ലാം ജോലി എടുക്കുന്നു, നിങ്ങൾ ജോലി എടുക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ്. What is the main function of money in an economy? To regulate interest rate? അല്ല. To create wealth? അവിടെ നിൽക്കട്ടെ. ടു ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച്? അവിടെ നിൽക്കട്ടെ. ടു കൺട്രോൾ ഇൻഫ്ലേഷൻ? എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതും RBI ആണ്, അല്ലെ. ടു ക്രിയേറ്റ് വെൽത്ത്, ടു ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച്. നോർമലി നമുക്ക് എന്താണ്, പൈസ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുക നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ടു ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question: which of the following is an example of revenue expenditure in a government budget? അപ്പോൾ റവന്യൂ പാർട്ട് എന്താണ്, ക്യാപിറ്റൽ പാർട്ട് എന്ന് മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. റവന്യൂ പാർട്ട് എന്ന് പറഞ്ഞാൽ അത് 1 way ട്രാൻസാക്ഷൻ ആണ്. നോർമലി 1 yearൽ താഴെ ട്രാൻസാക്ഷൻ ആണ്. ഇവിടെ റവന്യൂ പാർട്ടിലെ എക്സ്പെൻഡിച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ദി ഹൈവേ, അതെന്തായാലും നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ സ്റ്റേറ്റ് ഓൺഡ് കമ്പനി, അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ പാർട്ടാണ്. പേയ്മെന്റ് ഓഫ് സാലറീസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ്, റീപേയ്മെന്റ് ഓഫ് ലോൺ. ഓക്കെ, റീപേയ്മെന്റ് ഓഫ് ലോൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പാർട്ടാ, ഒരിക്കൽ മേടിച്ച് സാധനം തിരിച്ചു കൊടുക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൈവേ എന്ന് പറയുന്നത് അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, അതും ക്യാപിറ്റൽ പാർട്ടാണ്. അപ്പോൾ പേയ്മെന്റ് ഓഫ് സാലറീസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയുന്നത് അത് എല്ലാ മാസവും നടക്കുന്നതാണ്, ഒരു വർഷത്തിൽ താഴെയുള്ള ട്രാൻസാക്ഷൻ ആണ്, 1 way ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ പേയ്മെന്റ് ഓഫ് സാലറീസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഹെഡിൽ വരുന്നത്. Question: which of the following methods is used to calculate national income by summing up the total income earned by individuals and business in an economy? നമുക്കറിയാം, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രധാനമായും 3 മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കും, 2 നമ്മൾ ഇൻകം മെത്തേഡ് എന്ന് വിളിക്കും, 3 നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വിളിക്കും, അല്ലെ. പ്രോഡക്റ്റ് മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ്, അത് പ്രോഡക്റ്റിലാണ് വാല്യൂ അഡീഷൻ നടക്കുന്നത്. വാല്യൂ ആഡഡ് മെത്തേഡ് ഇസ് എ പ്രോഡക്റ്റ് മെത്തേഡ്. ഔട്ട്പുട്ട് മെത്തേഡ്, അത് പേയ്മെന്റ് ഔട്ട്പുട്ട് ആണ്, അതും പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് മെത്തേഡിന്റെ ഭാഗത്ത് തന്നെ പ്രോഡക്റ്റ് മെത്തേഡ് വരുന്നത്. പിന്നെ ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ വേറെ മെത്തേഡ് തന്നെയാണ്. പിന്നെ വരുന്ന ഏതാണ്, ഇൻകം മെത്തേഡ്. ടോട്ടൽ ഇൻകം ആഡ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇൻകം മെത്തേഡ് എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question: what is personal income? ഓപ്ഷൻസ് നോക്കാം. ഇൻകം earned by individuals and household after taxes and other deductions. Total income earned by business and corporations in an economy. എന്തായാലും പേഴ്സണൽ ഇൻകം അല്ല. ഇൻകം earned by individuals through their own business or self-employment. The total income earned by individuals and households before taxes and other deductions. ഓക്കെ, അപ്പോൾ ഇവിടെ കൺഫ്യൂസിംഗ് ആയ 2 ഫാക്ട്സ് ഉണ്ട്. ഒന്ന്, ഇൻകം earned by individuals and households after taxes and other deduction. ഇൻകം earned by individuals and households before taxes and other deduction. അപ്പോൾ ആഫ്റ്റർ ടാക്സസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം കിട്ടി, ആ ഇൻകത്തിൽ നിങ്ങൾ ഇൻകം ടാക്സ് അടച്ചു, അതിന് ശേഷമുള്ള പൈസ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം ആണ്. അപ്പം ഓപ്ഷൻ എ വരുന്നത് ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം എന്നുള്ളതിന്റെ ആൻസർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ദി ഇൻകം earned by individuals and household before taxes and other deduction. So option D correct answer.
Next question, which of the following methods is used to calculate national income by summing up total spending on final goods and services in an economy? Already national income calculation നമ്മൾ ഡിസ്കസ് ചെയ്തു. 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഔട്ട്പുട്ട് മെത്തേഡ്, 2 ഇൻപുട്ട് മെത്തേഡ്, 3 എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ബൈ സമ്മിങ് അപ്പ് ദ ടോട്ടൽ സ്പെൻഡിങ് ഓൺ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓർത്തിരിക്കുക, വാല്യൂ ആഡഡ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അതിനെ ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് വിളിക്കാറുണ്ട്. ഔട്ട്പുട്ട് മെത്തേഡും വാല്യൂ ആഡ് മെത്തേഡും ഒരേ കാര്യം തന്നെയാണ്. ഇൻകം മെത്തേഡ് നമ്മൾ കണ്ടു. ഇൻകം മെത്തേഡ് ഒരു ഇൻപുട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസും ചെയ്തു. സോ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. Question, what is a government budget? A report on the economic growth of a country, a plan for managing personal finance, a financial statement of a government's expected revenue and expenditure for a specific period, a document outlining foreign policy goals. നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ് അല്ലേ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ എക്സ്പെക്ടഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ സ്പെസിഫിക് പീരിയഡ് എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ഡെഫിനിഷൻ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. What is the meaning of the term collateral in banking? Collateral എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം collateral എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഈട് വെക്കുന്നതിനെയാണ് collateral നൽകുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ അല്ല, ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ് അല്ല, എ ഫോം ഓഫ് ഡിജിറ്റൽ പേയ്മെന്റ് അല്ല, അസറ്റ് പ്ലെഡ്ജഡ് ആസ് സെക്യൂരിറ്റി ഫോർ എ ലോൺ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു സെഷനിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സേവിങ്സ് അക്കൗണ്ട്? സേവിങ്സ് അക്കൗണ്ട് പർപ്പസ് എന്താണ്? ഒബ്റ്റെയിനിങ് മോർഗേജ് ലോൺ, ഏർണിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ്, മേക്കിംഗ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, പേയിങ് ബിൽസ് ഓൺലൈൻ. എന്തായാലും ഒബ്റ്റെയിനിങ് മോർഗേജ് ലോൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. പേയിങ് ബിൽസ് ഓൺലൈനും അല്ല സേവിങ്സ് ഡിപ്പോസിറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. രണ്ടെണ്ണം, ഏർണിംഗ് ഇൻട്രസ്റ്റ് ഇൻ ഡിപ്പോസിറ്റ്സ്, മേക്കിംഗ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻ. ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയാണ് നമ്മൾ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് എന്തിനു വേണ്ടിയാ? സേവിങ്സ് ആണെങ്കിൽ അത് ഇൻട്രസ്റ്റ് ലഭിച്ചിരിക്കണം. സോ അപ്പോൾ ഏർണിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് എക്സാക്ട് ആൻസർ വരുന്നത്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്